ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോകാം ടൈറ്റിലും മനസ്സിലായി. അങ്ങനെയായിട്ട് ഒരു ചെക്കൻ നടന്നുകൊണ്ട് വരായിരുന്നു. ഹീറോയിൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ അവിടെ നോക്കുക ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ഒരു ചെക്കൻ വരായിരുന്നു. ഹീറോയിൻ ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഹീറോയിൻ നോക്കാം എന്ന് പറഞ്ഞ് ഹീറോയിൻ പുറകിൽ പോയിരുന്നു. അങ്ങനെ മാസ്ക് കൂറി ഹീറോയിൻ മൊത്തം ഫ്ലാട്ടായി മച്ചി ആൻഡ് അഡൾട്ടായി മച്ചി എന്ന് പറഞ്ഞ് ഹീറോയിൻ ഫ്ലാട്ടായിരുന്നു. ഞാൻ പാടാൻ പോവാം എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ആക്കായിരുന്നു. എന്താടി നീ പാടാൻ പോവാം? വേണ്ടടി ഞാൻ പാടൂ എന്ന് പറഞ്ഞു. പാടിക്കോ എന്ന് അനു പറയുന്നു. പ്രിയ വേണ്ടടി ഇവളെ പാടിയാണ്ട് ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് ഇഷ്ടപ്പെട്ടുടി. എടി അവനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ത് ചെയ്യാന്ന് ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. പ്രിയ അത് മോശമില്ല, മാരേജ് ഇല്ലടി എത്ര ആൻസർ ശരി ഇവനെ ഫോളോ ചെയ്ത് നോക്കാം. പക്ഷേ എനിക്ക് ഇവന് കാണുമ്പോൾ പാട്ട് വരാം. ഞാൻ പാടാൻ പോവാം എന്ന് ഹീറോയി പറയുന്നു. ഹീറോയി പാട്ട് പാടാം, നമുക്ക് പാട്ട് നോക്കാം. சொல்லாத எண்ணங்கள் பொல்லாத ஆசைகள் உன்னாலே சேருதே பாரம் கூடுதே தீராத தேடல்கள் காணாத காட்சிகள் உன்னோடு காண்பது நேரம் போகுது என்னோடு நீ உன்னோடு நான் ஒன்றோடு நாம் ஒன்றாகும் என்னோடு நீ உன்னோடு நான் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றோடு நாம் ஒன்றாகும் என்னோடு நீ உன்னோடு நான் ஒன்றாகும் நாள். അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് പാട്ട് പാടി ഹീറോയി കണ്ണ് തുറന്നായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് കളിയാക്കായിരുന്നു. അങ്ങനെ ജിമ്മിനെ വീനെ കണ്ട പിന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു. വീനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. വീക്കും ഡൗട്ട് വരാൻ തുടങ്ങി. ആരാ ഗേൾസ് എന്നെ വീ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ ഹീറോയിനെ നോക്കിയായിരുന്നു. ഇവരെന്ത് സംസാരിക്കുന്നത് മനസ്സിലായില്ല. വീക്ക് കുറച്ച് ഡൗട്ട് വന്നു. അപ്പോൾ ജങ്കുക്ക് കൂടെ ഉണ്ടായിരുന്നു. ജങ്കുക്ക് ഇവരെന്താ സംസാരിക്കുന്നത് നോക്കുക എന്ന് പറഞ്ഞ് ജങ്കുക്കും ഉണ്ടായിരുന്നു. വി ഓട് പറഞ്ഞു ഇവരെന്ത് സംസാരിക്കും, മലയാളം സംസാരിക്കും, തമിഴ് സംസാരിക്കുന്നു എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് വീക്ക് ജങ്കുക്ക് പറഞ്ഞ അങ്ങനെ വീയും പറഞ്ഞായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു ഞാൻ മലയാളം ഇരുന്ന് നീ ജങ്കുക്ക് വീ തമിഴ് ഓൺ ചെയ്ത് തമിഴ് സംസാരിക്കുക. ഹീറോയി തമിഴ് സംസാരിക്കുക. അതുകൊണ്ട് ആ ഗേൾ ഫോളോ ചെയ്യുക. ഞാൻ തമിഴ് ഓൺ ചെയ്യുക. അങ്ങനെ ജങ്കുക്ക് വീ രണ്ടുപേര് അവരെന്ത് പിന്നെ ഒരു ക്യാമറമാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോ സംസാരിക്കും എല്ലാം മനസ്സിലായി. ഹീറോ പറയുന്നു എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടിടി, ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോവാ. എടി നമ്മൾ എവിടുന്ന് വന്നത് എന്ന് പറയായിരുന്നു. ഹീറോ പറഞ്ഞു കേട്ട് അവനനുസരിച്ചില്ല. ഞാൻ പാടാൻ പോവാ, പാടരുത്, പാടാൻ പാടില്ല എന്ന് പറയുന്നു. ഞാൻ ഇപ്പോൾ പാടും എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് പാടി ആ പാട്ട് അതെ ഇതിൽ കുറച്ച് ഇത് വന്നായിരുന്നു കോമഡി അതും എന്താക്കടി അങ്ങനെയായിട്ട് ഹീറോയി പറയുന്നു എന്താ ഇത് ചെയ്യുന്നത് വോയിസ്. അങ്ങനെയായിട്ട് ഹീറോയി പാടുന്ന കേട്ട് കണ്ണ് വിജയിക്കും ജങ്കുക്കും ഷാക്കും അവൾക്ക് എന്നെ പിടിക്കും. ജങ്കുക്കും വി പറയുന്നു എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, അവളെ ഫോളോ ഞങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറയുന്നു. അങ്ങനെ ജങ്കുക്ക് ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് കുറിച്ച് ഓക്കെ എന്ന് ജയഹപ്പോക്കും ജിമ്മിനിക്കും മൊത്ത കാര്യം പറഞ്ഞു കൊടുത്താണ്. അവരുടെ ഫോട്ടോ എടുത്താണ് ഇവരെ ഫോളോ ചെയ്തിട്ട് പറയുന്നു ജങ്കുക്ക്. അങ്ങനെയായിട്ട് ഇവർ 2 പേരെ ഫോളോ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഫോളോ ചെയ്ത പിന്നെ എല്ലാ കാര്യം ഇവർ കുടിച്ച് ഉള്ളവർ ഇവർ ഡ്രിങ്ക്സ് എടുത്ത് കഴിച്ചിട്ട് അവർ ക്ലബ്ബ് എറിഞ്ഞ ഒരു പാർട്ടിയായിരുന്നു. ക്ലബ്ബല്ല, ഇതൊരു ക്ലബ് പാർട്ടിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിയും ഉണ്ടായിരുന്നു. അവർ 2 പേരെ ഡാഡി ക്ലബ്ബൊക്കെ പോയിരുന്നു. അവർ ഡാഡി കൂടെ പോയിരുന്നു. ഡാഡി എനിക്ക് ഡ്രിങ്ക്സ് വേണമെന്ന് അവരെ കൂടി ഡാഡി പറയുന്നു. ശരി നീ എന്തിനടി കുടിച്ചതെന്ന് പറഞ്ഞ് അവർ 2 പേർ ഡാഡി വഴക്ക് പറഞ്ഞിട്ട് അവർ കുടിച്ചതെന്ന് അവർ നോക്കുകയായിരുന്നു. ജ്യൂസ് തന്നെ അവർ കുടിച്ചായിരുന്നു. എല്ലാ കാര്യവും വളരെയായിരുന്നു. ഡാഡി നേരത്തെ പറഞ്ഞ ഡാഡി അവിടെ ഇരുന്നായിരുന്നു. ഇവളെ വളർന്ന് കേട്ടിട്ട് അവർക്കല്ല ഇവരെന്തെല്ലാം വളർന്ന് അങ്ങനായിട്ട് അവർ അവിടെ ഇരുന്ന് സംസാരിച്ചാണ്. ഒരു ഗേൾ വെച്ചിട്ട് ഇവരെന്ത് സംസാരിക്കുന്നത് അവരുടെ ഡാഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ഗേൾസിനെ വെച്ചിട്ട് അവർ എന്താ സംസാരിക്കുന്നത് അത് എനിക്ക് വീഡിയോ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ എടുത്ത് വെച്ചിട്ട്
അവരെല്ലാം സംസിക്കുന്ന റെക്കോർഡായിരുന്നു. അത് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായി അവർ എവിടെ നിന്ന് വന്നത് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞായിരുന്നു ഇവർ രണ്ടുപേർ ഇന്ത്യക്ക് വന്നു. പിറ്റേഴ്സ് മെമ്പർ പറഞ്ഞ ഇന്ത്യക്ക് വരുന്നത്. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡിക്ക് ഒരു പ്രശ്നമാണ്. ഒരു കമ്പനി വെച്ച് ആ പാരീസ് ആഡ് കൊടുത്ത് ഒരാൾ പറഞ്ഞു നല്ല സുന്ദരനായ ചെക്കന് വേണം എന്ന് പറഞ്ഞ് ഹീറോയിനെ ഡാഡിനെ കൺഫ്യൂസ് ചെയ്ത് പോയായിരുന്നു. സൂപ്പറായിട്ട് ആഡ് ചെയ്യണം, ഷൂട്ടിങ് ചെയ്യണം. ആടൊക്കെ ഇപ്പോൾ ആരാ ചെയ്യാൻ പറഞ്ഞിട്ട് ഹീറോയുടെ ഡാഡിക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല നല്ല ഉണ്ടായിരുന്നു. അവർക്ക് എവിടേക്കാ പോവാ, അത് കൊറിയൻ പോയാണ്, അവർക്ക് എങ്ങനെ പോവുക സെറ്റാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് ഒരു ബിസിനസ് മാൻ പറയുന്നു അതിക്ക് വേറെ വഴിയില്ല, നീ വേറെ ആരാട്ടർ നോക്കാം, ഒരു വേല ആർഡർ നല്ല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ഹീറോയുടെ ഡാഡിക്ക് കൺഫ്യൂസായി. ഇപ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞു ഹീറോയുടെ ഡാഡിക്ക് കൺഫ്യൂസായിരുന്നു, എന്ത് ചെയ്യുന്ന അറിയില്ല. ഇപ്പോൾ വേറെ ആരാട്ടറിന് സെലക്ട് ആക്കണം പറഞ്ഞ ഹീറോയിൻ്റെ അച്ഛൻ സാഡായിരുന്നു. വെല്ലടിച്ച് ഹീറോയിൻ മോൻ പോയി തുറന്ന യാറപ്പാ നീ യാറപ്പാ അങ്കിള് പാക്കണോ ശരി പാകത്വാ എന്ന് വരുന്ന അകത്ത് വന്നായിരുന്നു. വിവൻ സോപ്പിടായിരുന്നു മാസ്ക് കുറി യാറപ്പാ നീ ഞാൻ പേർക്കിൻറ്റാം എന്നത് മാസ്ക് കുറിയായിരുന്നു. ഹീറോയിൻ്റെ അപ്പോൾ അച്ഛനൊക്കെ ഷോക്കായിരുന്നു. കിംതായം അതെ കിംടാം ആൻഡ് കൊറിയൻ പോയി ഇന്ന് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞാണ്. അങ്കിൾ ഉங்கிட்ட எனக்கு பேசணும் அங்கிள் கூட பேசணும் என்னப்பா சொல்லப்பா எனக்கு உங்கள் பொண்ணு பிடிச்சிருச்சு என்ன പറയുന്നു. என்னப்பா சொல்கிற என் பொண்ணு பிடிச்சிருச்சா ആണപ്പാ അങ്കിൾ ഞാൻ കൊഞ്ചം തമിഴ് തെറിയും എന്ന് പറഞ്ഞ് എല്ലാം കുറച്ച് ഫുൾ ഡീറ്റെയിൽസ് പറയായിരുന്നു. ഹീറോയിൻ്റെ അമ്മ കിച്ചണിൽ പോയത്, കിച്ചണിൽ കുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ പോയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനോട് നിറയെ കാര്യം പറയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്നപ്പാ ഉനക്ക് என் பொண்ணு பிடிச்சிருச்சா ஆமாம் அங்கிள் எனக்கு ரொம்ப பிடிச்சி போச்சு, என் ஃபேமிலிக்கு ஓகேங்க, உங்களுக்கு ஓகேனா மேரேஜுக்காக பேசணும் சரிப்பா உன் அப்பா அம்மா பார்க்கணும் சரிப்பா എന്ന് വീഡിയോ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളോടും സംസാരിക്കായിരുന്നു. അവർക്കും ഓക്കെ ആയിരുന്നു. ശരി ഡബിൾ ഓക്കെ എൻഗേജ്മെൻറ്റ് വെക്കുക എന്ന് പറയായിരുന്നു. ഞങ്ങൾ വരാൻ പോവാം, കുറച്ച് നാൾ താമസിക്കണം. അതിന് വീണ്ടോട് പറയായിരുന്നു അങ്കിൾ ഞാൻ പോവാം. എവിടേക്കപ്പാ പറഞ്ഞത് ഹോട്ടൽ താമസിക്കാൻ പോവാന്ന് പറയുന്നു. വേണ്ടപ്പാ നീ ഒറ്റയ്ക്ക് പോകണം. അങ്കിളത് ഇല്ലപ്പാ നീ ഇവിടെ